ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരിദാസ് സെവനിലേക്ക് സ്വാഗതം. നെയ്ച്ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കോളിഫ്ലവർ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം മൈദ എടുത്തതിൻ്റെ പകുതി ഭാഗത്തോളം കോൺഫ്ലവർ, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഇതുപോലെ തിക്ക് ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൽ നന്നായിട്ടിത് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. തമ്മിൽ ഒട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കണം. നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു 10ഓളം ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചധികം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ സവാളയും ഒരു മുഴുവൻ ക്യാപ്സിക്കം കൂടി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നല്ല എരിവുള്ള കുരുമുളക് പൊടി ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 സ്പൂണോളം ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ഗ്രേവി പരുവാക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവറും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസുമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്പൈസിയുമാണ്, അതുപോലെ തന്നെ നല്ല സ്വീറ്റുമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസും കാണാം കേട്ടോ. താങ്ക്